2024 റിസൾട്ട്സ് ഒക്കെ വന്നത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾക്കൊക്കെ ശേഷമായിരുന്നു നമ്മുടെ റിസൾട്ട് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ നടന്നാലും നമ്മുടെ ബ്രില്യൻറ്റിൽ നല്ല അടിപൊളിയായിട്ടുള്ള റിസൾട്ടുകൾ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ നല്ല മികച്ച ഒരു സ്കോർ നേടിയിട്ടുള്ള നമ്മുടെ ഗായത്രിയാണ് നമ്മളുടെ കൂടെയുള്ളത്. സോ നമുക്ക് നമ്മുടെ ഗായത്രിയോട് തന്നെ ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു ജേർണി എന്നുള്ള കാര്യങ്ങൾ. ഗായത്രി, എവിടുന്നാണ് വരുന്നത്? എൻ്റെ സ്ഥലം പന്തളമാണ്, പത്തനംതിട്ട ജില്ലയിൽ അല്ലേ? ഓക്കെ. അപ്പോൾ വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ അച്ഛൻ, അമ്മ, അനിയൻ. അച്ഛൻ, അമ്മ, അനിയൻ. അനിയൻ എന്താ ചെയ്യുന്നത്? അനിയൻ 9th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ബ്രില്യൻറ്റിൽ ചേരാൻ വേണ്ടി വന്ന ഒരു ടൈം ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ആ ഒരു ടൈമിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഇത്രയും നല്ല റിസൾട്ടും ഇത്രയും നല്ല സ്കോറൊക്കെ വാങ്ങാനായിട്ട് പറ്റുമെന്ന്? ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് കഴിഞ്ഞ വർഷത്തെ അതിന് മുമ്പ് ഞാൻ എക്സാം എഴുതിയ വർഷത്തിന് മുമ്പത്തെ വർഷത്തെ കട്ട് ഓഫ് 596 ആയിരുന്നു എനിക്ക് മാർക്ക്. അപ്പോൾ ജസ്റ്റ് മിസ് എന്നുള്ളൊരു തോന്നലൊക്കെ ചെറുതായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നിരാശയായിരുന്നു ഇവിടെ വന്നപ്പം. പക്ഷെ ഇങ്ങനെ ഒരു നല്ല സ്കോർ എത്താൻ പറ്റിയതുകൊണ്ടായിരിക്കും കഴിഞ്ഞ വർഷം കിട്ടാത്തതെന്ന് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എന്തായാലും ഗായത്രിയുടെ സ്കോർ ഒന്ന് പറഞ്ഞോ? 706 ആണ് എൻ്റെ സ്കോർ. ഓക്കെ. അപ്പോൾ 706 ആണ് നമ്മുടെ ഗായത്രിയുടെ സ്കോർ വരുന്നത്. സോ നല്ലൊരു മാർക്ക് തന്നെയാണ് ഗായത്രിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ബ്രില്യൻറ്റിലെ ഏത് പ്രോഗ്രാമിലായിരുന്നു ഉണ്ടായിരുന്നത്? ഞാൻ റിപ്പീറ്റേഴ്സ് പ്രോഗ്രാം ആയിരുന്നു, R30 ബാച്ച്. അപ്പോൾ ആരായിരുന്നു ക്ലാസ് ടീച്ചറൊക്കെ? പ്രിയ ടീച്ചറായിരുന്നു. കൃഷ്ണപ്രിയ ടീച്ചർ. പിന്നെ ഹോസ്റ്റൽ ഏതായിരുന്നു? പേൾ ഹോസ്റ്റൽ. ഇവിടെ അടുത്ത് തന്നെയുള്ള പേൾ ഹോസ്റ്റലായിരുന്നു അല്ലേ? ഓക്കെ. അപ്പോൾ ഇപ്പോൾ എന്തായാലും ഭയങ്കര സന്തോഷത്തിലാണ് ഇരിക്കുന്നതെന്ന് നമുക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഫസ്റ്റ് ബ്രില്യൻറ്റിൽ ഇങ്ങനെ വന്ന ടൈമിൽ ഭയങ്കര ടെൻഷനായിരുന്നു എന്നൊക്കെ പറഞ്ഞു അല്ലേ? അപ്പോൾ നിങ്ങളിപ്പോൾ ഹോസ്റ്റലിലൊക്കെ ആയിരിക്കുന്ന സമയത്ത് തന്നെ ചില ടൈമിലൊക്കെ ഭയങ്കര ഡൗൺ ആയി പോകുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നോ? എക്സാമൊക്കെ എഴുതുമ്പോൾ ഇനി ചില സമയത്ത് മാർക്ക് കുറഞ്ഞു പോയി അങ്ങനെയൊക്കെ ഡൗൺ ആവുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ഹോസ്റ്റൽ മാർക്ക് എപ്പോഴും കൺസിസ്റ്റൻ്റ് ഒന്നും അല്ലായിരുന്നു. ചില പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടും, പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കാതെ തന്നെ ചില പരീക്ഷയ്ക്ക് മാർക്ക് കുറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ നമ്മളുടെ ഹോസ്റ്റൽ വാർഡനൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു. എൻ്റെ ഫ്ലോർ വാർഡൻ നിക്കി താമസ് ആയിരുന്നു. പക്ഷേ എല്ലാ പ്രാവശ്യവും നമ്മളുടെ മാർക്ക് നോക്കും, ഇപ്രാവശ്യം കുറഞ്ഞ സാരമില്ല, അടുത്ത പ്രാവശ്യം നന്നായിട്ട് കിട്ടും എന്ന് പറയും. പിന്നെ ഹോസ്റ്റലിന് ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി അവിടെ ഡൗട്ട് ക്ലിയറൻസിനൊക്കെ വലിയൊരു നെറ്റ്വർക്ക് തന്നെ ഉണ്ടായിരുന്നു. എല്ലാവരും എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ തന്നെയാണ്. അത് നമുക്ക് വലിയൊരു ബൂസ്റ്റ് ഉപകാരമായിരുന്നു. ഓക്കെ. അപ്പോൾ ബ്രില്യൻറ്റിൽ ഏറ്റവും അടിപൊളിയായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താ? ഇവിടുത്തെ ലൈബ്രറി എനിക്ക് വളരെ ഇഷ്ടമാണ്. റെഫറൻസ് ഫെസിലിറ്റി അത്രയും നല്ലതാണ്. നമുക്കൊരു ഡിസ്റ്റർബൻസും ഇല്ലാതെ രാവിലെ മുതൽ വൈകുന്നേരം വരെ പഠിക്കാൻ പറ്റിയത് റെഫറൻസ് ഒരു നല്ലൊരു ഓപ്ഷനാണ് അല്ലേ? ഓക്കെ. പിന്നെ അതേപോലെ തന്നെ നമ്മളുടെ ലേണിംഗ് ആപ്പും അതുപോലെ നിങ്ങൾക്ക് കുറേ എക്സാംസും കാര്യങ്ങളൊക്കെ ഓൺലൈനായിട്ടൊക്കെ ചെയ്യാൻ പറ്റുമല്ലോ. എല്ലാ മോഡൽ എക്സാമിൻ്റെ തലേന്ന് നമുക്ക് പ്രീ മോഡൽ പോലെ തരുമായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ എഴുതുന്ന എക്സാമിൻ്റെ നമ്പർ കൂട്ടാൻ അത് സഹായിക്കും. ബയോളജിക്കൊക്കെ റിവിഷൻ ടെക്സ്റ്റ് കുറേ പ്രാവശ്യം വായിച്ചാൽ പിന്നെ ബ്രില്യൻറ്റിൻ്റെ ലെവൽ 1, ലെവൽ 2, ലെവൽ 3, ലെവൽ 4 ഒരു ചാപ്റ്റർ ചെയ്യാൻ പറ്റും. അങ്ങനെ ക്ലിയർ ആക്കാൻ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ചാപ്റ്റർ തന്നെ കുറേ തവണ എന്തായാലും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും അല്ലേ? അപ്പോൾ അതെന്തായാലും ലാസ്റ്റ് എക്സാമിന് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ. പിന്നെ ബ്രില്യൻറ്റിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫാക്കൽറ്റി ആരാ? എനിക്ക് അജയ് സാറിൻ്റെ ക്ലാസ് ഭയങ്കര ഇഷ്ടമാണ്. റോഷ്നി മാമിൻ്റെ ക്ലാസ് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ. പിന്നെ ഇഷ്ടപ്പെട്ട കാര്യം ലൈബ്രറി അതുപോലെ തന്നെ റെഫറൻസ് ഒക്കെയാണെന്ന് പറഞ്ഞു. പിന്നെ ഇപ്പോൾ ഡോക്ടർ ആവാനാണ് എന്തായാലും പോകുന്നത് അല്ലേ? അപ്പോൾ ചെറുപ്പം തൊട്ടേ ഈ ആഗ്രഹം ഉണ്ടായിരുന്നോ മനസ്സിൽ? ഒരു ഡോക്ടർ ആവണം എന്ന് തന്നെയായിരുന്നോ ആഗ്രഹം? അതോ ആരെങ്കിലുമൊക്കെ കണ്ട് ഇൻസ്പയർ ആയിട്ടാണോ ഈ ഒരു എയിമിലേക്ക് എത്തിയത്? ഇല്ല, എനിക്ക് ചെറുപ്പം മുതലേ അങ്ങനെ ആഗ്രഹം എന്നുള്ള രീതിയിലൊന്നും ഇല്ലായിരുന്നു. ഒരു 11th സ്റ്റാൻഡേർഡ് ജോയിൻ ചെയ്ത സമയത്താണ് ഇങ്ങനെ മെഡിക്കൽ എൻട്രൻസ് എന്നുള്ളൊരു ആശയം മുന്നിലേക്ക് വന്നത്. ഓക്കെ. അപ്പോൾ അങ്ങനെയാണ് നമ്മളുടെ ബ്രില്യൻറ്റ് ചൂസ് ചെയ്തത് അല്ലേ? അപ്പോൾ എന്തുകൊണ്ടാണ് ബ്രില്യൻറ്റ് തന്നെ ചൂസ് ചെയ്തത്? ബ്രില്യൻറ്റിൻ്റെ റിസൾട്ടാണ് ബ്രില്യൻറ്റിൻ്റെ ഏറ്റവും വലിയൊരു ഫാക്ടർ. നമ്മൾ റാങ്ക് 1, റാങ്ക് 2 ഒക്കെ ബ്രില്യൻറ്റിൽ വരുന്നത് കാണുന്നുണ്ട്. എന്നെ അച്ഛൻ്റെ അമ്മയുടെയും ഫ്രണ്ട്സ് കുറേ പേര് റെക്കമെൻഡ് ചെയ്തു. എനിക്ക് അറിയുന്ന ഡോക്ടേഴ്സ് ഓൾമോസ്റ്റ് എല്ലാവരും ഇവിടെ തന്നെ പഠിച്ചിറങ്ങിയവരാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ബേസിസിൽ നമ്മളുടെ ബ്രില്യൻറ്റ് തന്നെ ചൂസ് ചെയ്തു അല്ലേ? അപ്പോൾ എന്തായാലും ലൈഫിലെടുത്ത നല്ലൊരു ഡിസിഷൻ ആയിട്ട് തന്നെയല്ലേ ബ്രില്യൻറ്റ് ഇപ്പോഴും തോന്നുന്നത്? തീർച്ചയായും. ഓക്കെ. പിന്നെ ഫ്രണ്ട്ഷിപ്സ് ഒക്കെ കുറേ ഉണ്ടാക്കാനായിട്ട് പറ്റുമോ? ഉണ്ട്. നല്ല ജീനിയസ് ആയിട്ടുള്ള കുറേ ഫ്രണ്ട്സിനെ കിട്ടി. അവരായിട്ടുള്ള ഇൻട്രാക്ഷൻസ് ഒക്കെ നമ്മളെ എക്സാമിനോ അല്ലാതെയൊക്കെ ഹെൽപ്പ് ചെയ്യും. ഫ്രണ്ട്സും നിങ്ങളെ എന്തായാലും ഡൗട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദിച്ച് ഒക്കെ സെറ്റാക്കി പഠിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുമല്ലോ അല്ലേ? ഓക്കെ. ഇപ്പോൾ ഒരു ഡ്രീം മെഡിക്കൽ കോളേജ് എന്തായാലും മനസ്സിലുണ്ടായിരിക്കും. അപ്പോൾ ഏതാണ് ആ ഡ്രീം മെഡിക്കൽ കോളേജ്? എയിംസുകൾ തന്നെയാണ് നോക്കുന്നത്. ഡൽഹി എന്തായാലും ഇപ്പോൾ സാധ്യതയില്ല. ബാക്കിയുള്ള എയിംസുകളിൽ ഏറ്റവും നല്ല എയിംസുകൾ തന്നെ ഒരെണ്ണം. ഓക്കെ. അപ്പോൾ നമ്മളും പ്രാർത്ഥിക്കുന്നു നല്ലൊരു മെഡിക്കൽ കോളേജിൽ തന്നെ സീറ്റ് കിട്ടട്ടെ എന്ന്. താങ്ക് യു. ഓക്കെ. പിന്നെ
പാരൻസ് ഒക്കെ എത്രത്തോളം സപ്പോർട്ടായിരുന്നു? എന്തായാലും പാരൻസിന്റെ സപ്പോർട്ട് ഇല്ലാതെ ഈ ഒരു പൊസിഷനിൽ എത്താൻ പറ്റില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. എന്നാലും നമ്മളൊന്ന് ചോദിക്കുകയാണ്, എത്രത്തോളം സപ്പോർട്ടായിരുന്നു പാരൻസും? ബ്രില്യൻ്റ് ചൂസ് ചെയ്ത തന്നെ പേരൻസിൻ്റെ ഡിസിഷനാണ്. പിന്നെ ഞാനിവിടെ നിൽക്കുമ്പോൾ അത്യാവശ്യം നല്ല ചെറിയ രീതിയിൽ വലിയ രീതിയിലൊക്കെ ഹോം സിക്നസ് ഉള്ള ഒരാളായിരുന്നു. എൻ്റെ എല്ലാ ആഴ്ചയും പറ്റുന്ന പോലെ പേരൻസ് എന്നെ കാണാൻ വന്നിട്ടുണ്ട്. മാർക്ക് കുറയെങ്കിലും അങ്ങനെ മോശമായിട്ടുള്ള രീതിയിലൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. നമ്മൾ ഡൗൺ ആക്കുന്ന രീതിയിലൊന്നും പറഞ്ഞിട്ടില്ല. അടുത്ത പ്രാവശ്യം കിട്ടും, റാങ്ക് നോക്കണ്ട, ചില പരീക്ഷയ്ക്കൊക്കെ മാർക്ക് ഉണ്ടെങ്കിലും റാങ്ക് ഉണ്ടാവില്ല, അപ്പോൾ അത് നോക്കണ്ട, മാർക്ക് മാത്രം നോക്കിയാൽ മതി എന്ന് പറഞ്ഞ് പേരൻസ് നല്ല സപ്പോർട്ടായിരുന്നു. എൻ്റെ ബ്രദറും. ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാവരുടെയും നല്ലൊരു സപ്പോർട്ടും അതുപോലെ തന്നെ നല്ല പ്രാർത്ഥനകളും ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഇത്രയും നല്ലൊരു മികച്ച റിസൾട്ടിലേക്ക് എത്താൻ പറ്റിയത്. അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഗായത്രിയുടെ ഹാർഡ് വർക്ക് തന്നെയാണ് കേട്ടോ. കാരണം അത്രയും നന്നായി ഇരുന്ന് കഷ്ടപ്പെട്ട് പഠിച്ചുകൊണ്ട് തന്നെയാണ് ഇത്രയും നല്ലൊരു റിസൾട്ട് നേടാനായിട്ട് ഗായത്രിക്ക് പറ്റിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഗായത്രി ഫ്യൂച്ചറിൽ നല്ലൊരു ഡോക്ടറായിട്ട് മാറട്ടെ എന്ന് നമ്മളെല്ലാവരും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ആഗ്രഹിച്ച മെഡിക്കൽ കോളേജിൽ തന്നെ സീറ്റൊക്കെ ലഭിക്കട്ടെ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.